ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഹാപ്പി 1-ാം തീയതി. എനിക്കൊരു ചെറിയ പണി കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. ഭയങ്കര ജലദോഷവും പനിയൊക്കെ ആയിട്ടിരിക്കുവാണ്. അതാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ നമ്മുടെ മിഥുനമാസം 1-ാം തീയതി ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് എനിക്കത് എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിനുള്ള അവസരം കിട്ടിയത്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് പോസ്റ്റ് ചെയ്യുന്നു കേട്ടോ. 1-ാം തീയതി അല്ല, ഐശ്വര്യമായിട്ടൊരു കണ്ടൻറ് ഇട്ടുകൊണ്ടങ്ങ് തുടങ്ങാം എന്ന് വിചാരിച്ചു. നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 6 മണിയായി കാണും. കൊച്ചു ബേബിയെ ഞാനൊരു 4:30 മണിക്ക് തന്നെ കുളിപ്പിച്ചായിരുന്നു. ആക്ച്വലി നമ്മളാരും ഉറങ്ങിയിട്ടില്ല. അപ്പോഴാണ് മിഥുനമാസം 1-ാം തീയതി ആയതുകൊണ്ട് പിന്നെ അങ്ങ് അമ്പലത്തിൽ പോകാമെന്ന് തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ മോള് നേരത്തെ കുളിച്ചുകൊണ്ട് തലമുടിയൊക്കെ ഉണങ്ങി. അപ്പോൾ ഞാൻ ശകല എണ്ണയൊന്ന് തൂത്ത് കൊടുത്തിട്ട് 2 സൈഡ് പിന്നി ഇട്ട് കൊടുത്തു കേട്ടോ. മുടി നല്ല നീളം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ബ്ലൗസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ ഒരു ഫോട്ടോ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെയ്ത ബ്ലൗസാണ് കേട്ടോ അത്. അതിൻ്റെ കൂടെ ഞാനൊരു ബ്ലാക്ക് പാവാടയും കൂടെ പെയർ ചെയ്യിപ്പിച്ച് കൊടുത്തു. കൊച്ചുബേബിക്ക് ഇങ്ങനെ പട്ടുപാടയും ബ്ലൗസും ഇട്ടൊക്കെ ഒരുങ്ങി ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ ഒരുങ്ങുമ്പോഴേ കൊച്ചുബേബിക്ക് മനസ്സിലാവും ഞങ്ങൾ അമ്പലത്തിലേക്കാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഡ്രസ്സ് അമ്പലത്തിൽ പോകുന്നു എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ഇങ്ങോട്ട് പറയും പാവാട ഇടാമെന്ന് പറയും. അതല്ല, പെട്ടെന്ന് റെഡിയാക്കി ഇങ്ങനെ പട്ടുപാടയും ബ്ലൗസ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഇങ്ങോട്ട് പറയും അമ്പലത്തിൽ പോകാമെന്ന്. അപ്പം അങ്ങനെയൊക്കെ ആൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും മോളെ ഒരുക്കി പൊട്ടൊക്കെ വെച്ച് കൊടുത്തു. എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. സാധാരണ ഇന്ന് ഒരു വ്യത്യാസമായിട്ട് കുറച്ച് ബാംഗിൾസും അങ്ങനെയൊക്കെ ഞാൻ ഇന്ന് പെയർ ചെയ്യിപ്പിച്ചിട്ട് കൊടുത്തു. അമ്പലത്തിലൊക്കെ പോകുമ്പം കുട്ടികൾ നല്ല ഒരുങ്ങി വരണം എന്ന് എപ്പോഴും പറയില്ലേ, അതുകൊണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു എന്തെങ്കിലും കൊച്ചുബേബിയായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു സാരി ഇട്ടിട്ട് അമ്പലത്തിൽ പോവാമെന്ന്. അപ്പോൾ ഇതൊക്കെ കൊച്ചുബേബിയുടെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദ മേക്കപ്പാണ്. എൻ്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൊച്ചുബേബിക്ക് ലിപ് ബാമൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോദിച്ച് മേടിച്ചിടും. അതുപോലെ പെർഫ്യൂം കൊച്ചുബേബിക്ക് പുറത്ത് പോകുമ്പോൾ മസ്റ്റായിട്ട് ഇടണം. പുറത്തുനിന്ന് മാത്രമല്ല കേട്ടോ, കുളിച്ച് വന്നു കഴിഞ്ഞാലും പെർഫ്യൂം മസ്റ്റാണ്. അപ്പോൾ ഞാൻ നമ്മുടെ സാരിയുടെ പെട്ടി തുറന്നു. അതിൻ്റെ അകത്ത് അമ്മൂമ്മയുടെ ഒരു പുത്തൻ സാരി ഉണ്ടായിരുന്നു, ഒരു കോഫി ബ്രൗണും ബ്ലാക്കും ആയിട്ട്. അപ്പോൾ ഞാൻ വെച്ചു അത് തന്നെ ഇടാമെന്ന്. ഞാൻ കുളിച്ച് വന്നപ്പോഴത്തേക്കും ഒരാൾ ഫോട്ടോയ്ക്കൊക്കെ വേണ്ടി അവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോഡലിംഗ് സെഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ കുഞ്ഞാവ ക്ലിക്ക് ചെയ്ത ഒരു കിഡിലൻ ഫോട്ടോ കണ്ടോ? അടിപൊളിയല്ലേ? എനിക്ക് ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഇതുവരെ ക്ലിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും നല്ലൊരു പിക്ചറാണ്. ഇതേ നമ്മുടെ കൂടെ ആശമ്മയും വരുന്നുണ്ട് അമ്പലത്തിൽ തൊഴാനായിട്ട്. ആശമ്മ അടിപൊളിയായിട്ട് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ റെഡിയാകുക എന്നുള്ള ചടങ്ങിലാണ്. എനിക്ക് പെട്ടെന്ന് സാരി ഉടുക്കാൻ ഒരു കഴിവുണ്ട് കേട്ടോ. എനിക്ക് ഒട്ടും സമയം എടുക്കില്ല. എന്നാൽ വാരി വലിച്ചൊന്നുമല്ല ഉടുക്കുന്നത്, മര്യാദയ്ക്ക് തന്നെയാണ് ഉടുക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു മേളിൽ പ്ലീറ്റ്സ് എടുക്കേണ്ടാത്ത 1 ലെയർ ആയതുകൊണ്ടായിരിക്കണം എനിക്ക് പെട്ടെന്ന് എപ്പോഴും ഉടുക്കാൻ പറ്റുന്നത്. ഞാൻ വളരെ കുഞ്ഞിലേ തൊട്ടേ അമ്മൂമ്മയുടെ സാരിയൊക്കെ അടിച്ചു മാറ്റി ഉടുത്തുകൊണ്ട് വെറുതെ വീട്ടിൽ ഓരോ ഗെയിംസൊക്കെ കളിച്ചുകൊണ്ട് നടക്കും ഇങ്ങനെ കേട്ടോ. അപ്പം അന്നോട്ട് എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ലോണം സ്പീഡിൽ ഉടുത്തിറങ്ങാനും അറിയാം. എനിക്ക് ഒത്തിരി ടൈമേ എടുക്കില്ല. പിന്നെ സാധാരണ ഞാൻ മേക്കപ്പൊന്നും ഇടാതെ എങ്ങനെയെങ്കിലുമൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ തിരിച്ചറിയുമ്പോൾ എൻ്റെ അടുത്തൊന്ന് സംസാരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര അപകർഷതാബോധമാണ് കേട്ടോ. ചില സമയം നമ്മൾ നല്ല ഒരുങ്ങി വൃത്തിയായിട്ട് പോകുമ്പോൾ ആർക്കും നമ്മളെ കണ്ടാൽ തിരിച്ചറിയാനും പറ്റില്ല, നമ്മളെ മനസ്സിലാകത്തുമില്ല. എന്തായാലും ഇന്ന് ഞാൻ വിചാരിച്ചു നല്ല ഒരുങ്ങി വൃത്തിയായിട്ട് തന്നെ പോകാമെന്ന്. അപ്പോൾ കുഞ്ഞാവ, അർജുൻ ചേട്ടൻ, ഞാൻ, ആശമ്മ, കൊച്ചുബേബി ഇത്രയും പേരാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അർജുൻ ചേട്ടനും അനുവും നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് അവർ അമ്പലത്തിലേക്ക് വന്നില്ല. കൊച്ചുബേബിക്ക് ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എപ്പോൾ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോകും കേട്ടോ. എന്താണെന്ന് എനിക്ക് അവിടെ അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വെള്ളം ദാഹമാണ്. ഞാൻ മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പാപം ചെയ്യുന്ന ആൾക്കാർക്കാണ് അമ്പലത്തിൽ കയറുമ്പോൾ ഭയങ്കരമായിട്ട് ദാഹിക്കുന്നത്. ഇതിന് മാത്രം പാപം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ദാഹമാണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം വെള്ളം കുടിച്ചിട്ട് ഇറങ്ങും കേട്ടോ. അമ്പലത്തിലേക്ക് പോകുമ്പോൾ എനിക്കിങ്ങനെ കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകാനൊന്നും ഇഷ്ടമല്ല. കൊച്ചിനെ മാനേജ് ചെയ്യുന്ന പാട് പിന്നെയാണ് കുപ്പി. അങ്ങനെ നമ്മൾ ഇറങ്ങി. കുഞ്ഞുവാവേണ്ട ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു സമയം അന്തരീക്ഷം അടിപൊളിയാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കിളിയൊക്കെ രാവിലെ ഇങ്ങനെ എണീറ്റ് അവരുടെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം, നമ്മുടെ പട്ടിക്കുട്ടികളൊക്കെ ഇങ്ങനെ വാലാട്ടി നിൽക്കുന്നു, ക്രിസ്മോയും നെസുക്കൊക്കെ ഇങ്ങനെ സ്നേഹിച്ച് നിൽക്കുന്നു. അങ്ങനെ രാവിലെ ഫുൾ ഓണാണ് കേട്ടോ വീടിൻ്റെ മുറ്റത്ത്. ഞങ്ങളിതെല്ലാം കണ്ടിട്ട് പതുക്കെ അങ്ങ് ഇറങ്ങുവാണ്, അമ്പലത്തിലേക്ക് പോവാണ്.
ഞങ്ങളുടെ പ്ലാൻ ആദ്യം ശ്രീകണ്ഠേശ്വരം അമ്പലത്തിൽ തൊഴുക, അവിടെ നിന്ന് പിന്നീട് ആൽത്തറ ദേവിയെ തൊഴാമെന്നുള്ളതായിരുന്നു. അപ്പോൾ അർജുൻ ചേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞു ശ്രീകണ്ഠേശ്വരം തൊഴുതിന് ശേഷം നമുക്കൊന്ന് ശ്രീവരാഹം അമ്പലത്തിലും കൂടെ കയറിയതിന് ശേഷം ആൽത്തറയിലോട്ട് പോകാമെന്ന്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറാത്തതാണ്, കാരണം അവിടുത്തെ ടൈമിങ്ങും ഒത്തിരി ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും. അത്രയും നേരം കൊച്ചു ബേബി നിൽക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. വിശക്കും അല്ലെങ്കിൽ ഉറക്കം വരും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഷോർട്ട് വിസിറ്റ് പെട്ടെന്ന് തൊഴുതിറങ്ങാൻ പറ്റുന്ന അമ്പലത്തിൽ മാത്രമായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോയത് കേട്ടോ. അങ്ങനെ ശ്രീകണ്ഠേശ്വരം അമ്പലം എത്തി. ഇതെനിക്ക് ഒത്തിരി പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ എത്ര ഭയങ്കര വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നമ്മൾ ഒരിക്കലും കൈവിടാത്തൊരു ദൈവമാണ് ഈ അമ്പലത്തിലുള്ളത്. പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാമേ. ഈ അമ്പലത്തിന് തൊട്ട് ഫ്രണ്ടിലുള്ള ഫ്ലാറ്റിലാണ് ഞാനും അച്ഛനും അമ്മയും എത്രയോ വർഷം താമസിച്ചിരുന്നത് കേട്ടോ. എനിക്കിവിടെ എപ്പോൾ വന്നാലും എൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ആ ബാൽക്കണിയിൽ നിന്ന് എൻ്റെ ഡാഡി എന്നെ നോക്കി കൈ കാണിക്കുന്നത് പോലെ എനിക്ക് എപ്പോഴും തോന്നും. എനിക്കിപ്പോഴും മനസ്സിൽ തോന്നും അച്ഛൻ്റെ ആത്മാവ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് എപ്പോഴും ഉള്ളതെന്ന് തോന്നും കേട്ടോ. കാരണം അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമായിരുന്നു. ഞങ്ങളിത് കൊടുത്തിട്ട് നമ്മളത് കൊച്ചിയിലോട്ട് പോകുമ്പം ഞാനും അമ്മയൊക്കെ ഹാപ്പി ആയിരുന്നു. അച്ഛൻ മാത്രമാണ് ഇത്തിരി വിഷമം ഉണ്ടായിരുന്നത് ട്രിവാൻഡ്രം വിടാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛന് ഒത്തിരി ഇഷ്ടമുള്ളൊരു അപ്പാർട്ട്മെൻറ്റാണത്. അതിന് തൊട്ട് താഴെ അച്ഛൻ്റെ സിസ്റ്ററും താമസിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കൊച്ചു ബേബിക്കാണെങ്കിൽ നന്ദിയെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അർജുൻ ചേട്ടൻ്റെ ഫോണിൻ്റെ വാൾപേപ്പർ ശിവനും നന്ദിയാണ്. അപ്പോൾ അത് കണ്ട് നന്ദി നോക്കാമെന്ന് പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് എപ്പോഴും. അപ്പോൾ അവിടെ പോയി അർജുൻ ചേട്ടൻ അതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. നമ്മൾ ശ്രീകണ്ഠേശ്വരത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ കുറച്ചായിട്ട് കൊച്ചുബേബിക്ക് ഉറക്കം വന്ന് തുടങ്ങിയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് തൊട്ടടുത്തല്ലേ ശ്രീവരാഹം അമ്പലം. അപ്പോൾ അങ്ങനെ കാറിൽ ഉറങ്ങാനുള്ളൊരു ടൈമൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് ആൾ ആക്റ്റീവായിട്ട് തന്നെ നിന്നു. ഞങ്ങൾ ഈ അമ്പലത്തിലേക്ക് വന്നു. ശ്രീവരാഹം അമ്പലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെയാണ് ഞങ്ങളുടെ വണ്ടിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി എടുക്കാൻ പറ്റണേ, ഇതൊക്കെയാണ് നമ്മുടെ ഡ്രീം വെഹിക്കിൾ, ഡ്രീം കാർ ഇതാണ്, ഡ്രീം ബൈക്ക് ഇതാണ്, ഇങ്ങനെയൊക്കെ എടുത്തു പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെ പ്രാർത്ഥിച്ചതുപോലെയുള്ള വണ്ടികളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതൊരു പീരീഡായിരുന്നു കേട്ടോ എൻ്റെ അർജുൻ ചേട്ടൻ്റെ. നമ്മൾ മുടങ്ങാതെ അമ്പലത്തിലൊക്കെ വന്ന് ഞങ്ങളിങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞ് നമ്മുടെ ലൈഫിൽ ഓരോ ഡ്രീംസ് ഇങ്ങനെ അച്ചീവ് ചെയ്ത് വന്നിരുന്ന ഒരു പീരീഡായിരുന്നു അത്. പിന്നെ കുറേ കഴിഞ്ഞ് നമ്മുടെ ലൈഫിൻ്റെ ഓരോ മാറ്റങ്ങളൊക്കെ കാരണം ഇപ്പം അങ്ങനെ പോസിബിൾ അല്ല. വല്ലപ്പോഴും ഒരിക്കൽ മാത്രമേ ഞങ്ങൾക്ക് ഇപ്പോൾ അമ്പലത്തിലൊക്കെ അങ്ങനെ വരാൻ പറ്റുന്നുള്ളൂ. എന്നാലും ശ്രീവരാഹത്ത് സ്ഥിരമായിട്ട് വരുന്നവർക്ക് ഈ ഒരു കുളം അറിയായിരിക്കും അല്ലേ. ഇവിടെ അടിപൊളിയാണ്. ബാക്കിലൊരു വലിയ കുളമുണ്ട്, അവിടെ കുറേ മീനുകളൊക്കെ ഉണ്ട്. രാവിലെ വന്ന് തൊഴുതിട്ട് ഈ കുളം കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. കൊച്ചുബേബിക്ക് മീനൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ.
അവിടെ നിന്ന് നേരെ ആൽത്തറ അമ്പലത്തിലോട്ടുള്ള യാത്രയായിരുന്നു. പക്ഷേ കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ മോള് കാറി വെച്ചങ്ങ് ഉറങ്ങിപ്പോയി. സാരമില്ല. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ടേൺ എടുത്താണ് തൊഴുതത്. ആദ്യം ഞാൻ മോളെ ആശമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി തൊഴുതു വന്നു. അതിനുശേഷം അർജുൻ ചേട്ടൻ തൊഴുതിട്ട് വന്നു. അങ്ങനെ ഓരോരുത്തർ ടേൺ എടുത്താണ് അമ്പലത്തിൽ പോയിട്ട് വന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ശാസ്ത്രമംഗലത്തിലേക്കല്ലേ എത്തിയത്. അപ്പോൾ അവിടെ നിന്ന് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ ഒരു ശരവണ ഭവനിൽ ഞങ്ങൾ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഭയങ്കരമായിട്ട് വിശന്നു പോയി. നമ്മൾ അത്രയും നേരം ഉണർന്നിരുന്നതൊന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറക്കവും വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറേ നേരം ഉറങ്ങുമല്ലോ. അപ്പം ഭയങ്കരമായിട്ട് വയറങ്ങ് കത്തി വയർ കാലിയായിട്ട് അങ്ങ് കിടക്കൂലേ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോയിട്ട് പിന്നെ കിടന്നുറങ്ങിയിട്ട് ഒരുപാട് നേരം കിടന്നാലും പ്രശ്നമില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ കയറി കേട്ടോ. അപ്പം ഞാനൊരു നെയ് റോസ്റ്റ്, അവരൊക്കെ ഒരു മസാല ദോശ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇതിനിടയ്ക്കൊക്കെ ഉച്ചയ്ക്ക് നല്ല ഉറക്കമായിരുന്നു കേട്ടോ, എഴുന്നേറ്റേ ഇല്ല. അപ്പം അതൊരു കഷ്ടമായിപ്പോയി. മോൾക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് അന്ന് മോൾ ആഹാരം കഴിച്ചത്. അപ്പോൾ ഞാനവിടെ മോളെയൊക്കെ ഒരുക്കി ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും എനിക്ക് വീട്ടിലാദ്യം വിളക്ക് വെച്ചിട്ട് ഇറങ്ങാൻ പറ്റിയില്ല. ടൈമിംഗ് തെറ്റണ്ടെന്നുള്ളത് നമ്മൾ പെട്ടെന്ന് അമ്പലത്തിലേക്ക് അങ്ങ് പോയി. അപ്പോൾ പോയിട്ട് വന്നിട്ട് നേരെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല, വിളക്ക് വെച്ചിട്ട് കിടക്കാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പം ഞാൻ വന്ന് മോളെ പതുക്കെ കിടത്തുകയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ വീട്ടിൽ നമ്മുടെ മണിക്കുട്ടിക്ക് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷമാണ് കിടന്നുറങ്ങിയത് കേട്ടോ. സാധാരണ പറയും രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിലൊക്കെ പോയിട്ടൊന്ന് വിളക്ക് കത്തിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങരുതെന്ന്. നമ്മളിങ്ങനെ റൂൾസൊക്കെ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതേ ഉണ്ടാവുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. എല്ലാവരും കാര്യം ചെയ്യാൻ വന്നാലും 1000 റൂൾസും റെഗുലേഷൻസും തടസ്സം ഉണ്ടാവും. അതിനെക്കാട്ടിലും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് വളരെ ആത്മാർത്ഥമായിട്ട് ദൈവത്തിന് വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ദൈവം അക്സെപ്റ്റ് തന്നെ ചെയ്യും. നമുക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റില്ല, എന്തായാലും ഉറങ്ങണം. ഞങ്ങൾ ഉറങ്ങാതെയാണ് എഴുന്നേറ്റിരുന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നത്. അപ്പോൾ പിന്നെ ഇനി ഫുൾ ടൈം ഉറങ്ങാതിരിക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനേ അല്ല. സോ ഞാൻ മോളെ കിടത്തി ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം വിളക്കൊക്കെ വെച്ചിട്ട് ഞാനങ്ങ് കിടന്നുറങ്ങി കേട്ടോ. എനിക്ക് ശകലം ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് സൗണ്ട് ഒക്കെ ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ട് നമ്മളുടെ ബെഡ്റൂമിലല്ല ഞാൻ കിടന്നുറങ്ങിയത്. എൻ്റെ ഈ ഒരു കുട്ടി റൂമുണ്ടല്ലോ, ഞാൻ ഇവിടെ വന്നാണ് കിടന്നുറങ്ങിയത്. എഡിറ്റ് ചെയ്ത് ഞാൻ അവിടെ തന്നെ കിടന്നങ്ങ് ഉറങ്ങിയങ്ങ് പോയി. ഉറങ്ങുന്ന കൊച്ചേബി ഇതേപോലെ സ്നേഹിച്ച് ഉണർത്താൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും മോൾക്ക് ഈ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാൻ ഞാൻ ഭയങ്കര പാടുപെട്ടു. ഉറങ്ങി എഴുന്നേറ്റ ആൾ ഇറിറ്റേറ്റഡും ആവും, പിന്നെ ഉറക്കം കിട്ടത്തുമില്ല. എനിക്കും എൻ്റെ ഉറക്കവും കൂടെ പോകും. അപ്പോൾ ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ചത് കേട്ടോ. എന്തായാലും സക്സസ്ഫുൾ ആയിരുന്നു. ഒരുപാട് ഡിസ്റ്റർബ്ഡ് ഒന്നും ആയില്ല. അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങി. ആക്ച്വലി ജൂലൈ എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു മാസമല്ല. ഈ ജൂലൈയിലാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഡാഡി ഞങ്ങളെല്ലാം വിട്ടു പോയ ഒരു മാസമാണ് ഈ ജൂലൈ 30th എന്ന് പറയുന്നത്. ഒരിക്കലും മറക്കാനേ പറ്റത്തില്ല. എനിവേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ജൂലൈ മാസം ഒത്തിരി നല്ലതായിരിക്കട്ടെ. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഒത്തിരി ആഗ്രഹിച്ച് ഇരുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ജൂലൈ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നടക്കട്ടെ കേട്ടോ. അപ്പം
എനിക്ക് എൻ്റെ ഈ പനിയൊടിച്ചിരിക്കുന്ന ഈ വോയിസ് ഓവർ നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇനിയും വീഡിയോസായിട്ട് കാണാം. ലവ് യു ഗൈസ് സോ മച്ച്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.